ഒരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ കുഞ്ഞു ഓട്ടോയിൽ നമ്മൾ 6 പേരും പിന്നെ അതുപോലെ തന്നെ 3 പിള്ളേഴ്സും കൂടെ ഇറങ്ങിപ്പിടിച്ച് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ടൗൺ വരെയാണ് കേട്ടോ. വലിയ ഓട്ടോ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് കുഞ്ഞോട്ടോയിൽ പോകുന്നത്. പിന്നെ ബസ്സിൽ കയറി നമ്മൾ നേരെ എത്തിയത് പറശ്ശിനിക്കടവിലാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പറശ്ശിനിക്കടവിൽ വീണ്ടും ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റായിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ശിലമോളുടെ ചോറൂണിനാണ് ഫാമിലിയായിട്ട് എല്ലാവരായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പം മോൾക്ക് 3 വയസ്സാവാൻ പോണു. അതിന് ശേഷമാണ് നമ്മളിതാ ഇവിടെ എത്തുന്നത്. ശരിക്കും പറയുന്നത് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഓടിയെത്താൻ പറ്റുന്ന ഒരു സ്പേസാണ് അമ്പലം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തീർത്ത് കഴിഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതുതന്നെയാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ലത് മോശമൊക്കെ വരാറുണ്ട്. പക്ഷേ മോശത്തെ ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ടിരിക്കാറില്ല എന്നാണ് എൻ്റെ ഫാമിലീൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കാണെങ്കിലും അനിയത്തിക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും നമുക്കിടയിൽ ഒരു കുട്ടിക്കാലം മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്താണ് നമ്മൾ 3 പെൺകുട്ടികളും അച്ഛനും അമ്മയൊക്കെ. അച്ഛനെ ഞാൻ പറഞ്ഞില്ല, അമ്മയൊക്കെ. കാരണം അച്ഛനെല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാക്കിയൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്കാലം മുതലേ ഒരുപാട് വിഷമം ഘട്ടങ്ങളിലൂടെ കടന്നു പോയ ആൾക്കാരാണ് ഞങ്ങൾ 3 പെൺകുട്ടികളെന്ന് പറയുന്നത്, അമ്മയൊക്കെ. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി തന്നത് അമ്മ തന്നെയാണ്. കാരണം അമ്മ ചിരിച്ചുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും നേരിടാറ്. അമ്മ പറയാറുണ്ട് ഇന്നില്ലെങ്കിൽ നാളെ രക്ഷപ്പെടും. ആ ഒരു പ്രതീക്ഷയാണ് അമ്മേൻ്റെ ഈ ഒരു ഇത്രയും വയസ്സ് വരെ അമ്മയെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് എനിക്കൊരു സങ്കടഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ വരും വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും താൻ പാതി ദൈവം പാതിയാണല്ലോ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ മനസ്സിനൊന്ന് ശാന്തമാക്കാൻ നമ്മളൊന്ന് അമ്പലത്തിലേക്ക് വന്നതാണ്. പിന്നെ എല്ലാവർക്കും കുട്ടികൾക്കൊരു ടൂറും കൂടി ആവുമല്ലോ. അങ്ങനെ നമ്മൾ ആദ്യം അമ്പലത്തിലേക്ക് പോയി കാലൊക്കെ കഴുകി പിന്നെ എല്ലാവരും ഓരോ ഭാഗത്തേക്കായിട്ടോ. പിന്നെ അവിടുന്ന് തൊഴുത് നേരെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കടലിലും ചായയും കുടിക്കുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം നേരെ ഊട്ടുപുരയിലേക്ക് ചോറാണ്. എനിക്ക് ശരിക്കും പണ്ടത്തെ നമ്മുടെ പറശ്ശിനിക്കടവിലെ ഊണാണ് ഭയങ്കര ഇഷ്ടം. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇലയിൽ തരുന്നതുകൊണ്ടാട്ടോ. ഇലയിൽ ആ പരിപ്പ് കറിയും പിന്നെ അതുപോലെ തന്നെ മോരൊക്കെ ഒഴിച്ച് എന്ത് ടേസ്റ്റാണല്ലേ, നല്ല ടേസ്റ്റാണ് ഇലയിൽ തിന്നാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പ്ലേറ്റിലാണ്, പക്ഷേ ആ ഒരു ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. എനിക്ക് പ്ലേറ്റിനേക്കാൾ ഇല ഇഷ്ടമായതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവിടെ നമ്മൾ ബോട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് നമുക്ക് കുട്ടികളെയും കൊണ്ട് വീട്ടിലെത്തിയാൽ മതി എന്നാണ്. കാരണം കണ്ണൂർ തന്നെ ഇപ്പോൾ സൂര്യാഘാതമായിട്ട് ഒരാൾ മരിക്കുകയൊക്കെ ചെയ്ത് ഒരു വാർത്ത നമ്മൾ അവിടെ നിന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് കുട്ടികളെയും കൊണ്ട് പോകണം എന്നുള്ളതായിരുന്നു. പിന്നെ മക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും പിന്നെ യൂട്യൂബിൻ്റെ വ്ളോഗും ഒക്കെ എടുത്തു കേട്ടോ. ശിലമോളും പിന്നെ നമ്മുടെ അഹന്നാട് നമ്മുടെ ഏച്ചിൻ്റെ മൂത്ത മോനാണ്, യോയോ ആക്കണം. അവൻ എപ്പോഴും ഞാൻ വീഡിയോ എടുത്താൽ യൂട്യൂബിലേക്ക് ഇടാനായിരുന്നു. ഇത് മിലൻ രണ്ടാമത്തെ ആളാണ് കേട്ടോ. അപ്പോൾ 3 പേർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും അച്ഛനും എല്ലാവരും കൂട്ടും. അച്ഛനാന്ന് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ വരുന്നതിൻ്റെ പിറ്റേ ദിവസം ഭയങ്കര ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അമ്പലത്തിലേക്ക് വരുന്നോ അച്ഛൻ ചോദിച്ചപ്പം അച്ഛൻ ആ ഒരു അസുഖങ്ങളൊക്കെ മറന്ന് നമ്മളുടെ കൂടെ വന്നു. ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ടുള്ളൊരു ലതീഷേട്ടൻ മാത്രം ഇല്ലാണ്ട് ഒരു ചേച്ചീൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് മിസ്സായിട്ടുണ്ടായിരുന്നത്. ഏട്ടന് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റി. ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നെല്ലാം തൊഴുതു കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഒന്നും വാങ്ങിയില്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ നോക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണല്ലേ. ഞാൻ എപ്പോൾ പോയി അവിടെ പോയി കമ്മലാണ് ഏറ്റവും കൂടുതൽ നോക്കാറ്. പിന്നെ അരുണേട്ടൻ്റെ ഒരു ഇതിങ്ങനത്തെ ഈ ബുദ്ധനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അരുണേട്ടൻ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ നോക്കി. കുട്ടികൾക്ക് മാത്രം കുറച്ച് കളിപ്പാട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര മനസ്സിന് സന്തോഷമുണ്ട്. കാരണം പറശ്ശിനിക്കടവ് എൻ്റെ മുത്തപ്പ എന്ന് വിളിച്ച് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ആ സങ്കടത്തിന് ഒരു പരിഹാരം കാണുന്നുള്ളൊരു വിശ്വാസം എനിക്ക് എന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ എൻ്റെ മുത്തപ്പ തന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. വീഡിയോയുടെ ഫസ്റ്റ് പറയാൻ ഞാൻ മറന്നുപോയി, സംസാരിച്ചപ്പോൾ അത് മറന്നു കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം ക്ഷമയോടെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.